വോട്ടെണ്ണാൻ മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. UDF സെക്രട്ടറി CP ജോൺ റിപ്പോർട്ടിനൊപ്പം ചേരുന്നു. UDFന്റെ അവസാനഘട്ട പ്രതീക്ഷ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ എക്സിറ്റ് പോൾ അടക്കം UDFന്റെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും UDFന് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ആത്മവിശ്വാസം എന്നുള്ളത് ഫാക്ട്സിന്റെ അടിസ്ഥാനത്തിലാണ്, ഫാക്ട് ബേസ്ഡ് ആണ്. അതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളുടെ പാറ്റേൺസ്, കഴിഞ്ഞ 5 വർഷത്തെ തെരഞ്ഞെടുപ്പുകളുടെ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ UDFന് തീർച്ചയായിട്ടും നല്ല കംഫർട്ടബിൾ മെജോറിറ്റി കിട്ടുമെന്നുള്ള സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ എക്സിറ്റ് പോളുകൾ അതിന് അടിവരയിട്ടു. അപ്പം പൊതുവെ പല കണക്കുകളാണ്. 100 സീറ്റ്, 74 മുതൽ 80 വരെ. CPയുടെ മനസ്സിൽ എത്രയാണ്? എന്റെ മനസ്സിൽ ഞാൻ മിനിമം എന്ന് പറയുന്നത് 77 to 81 തന്നെയാണ് മിനിമം കൂട്ടുന്നത്. എന്തൊക്കെയാണ് UDFന് അനുകൂലമായ ഘടകങ്ങൾ? അനുകൂലമായ ഘടകങ്ങൾ നിരവധിയുണ്ട്. ഇപ്പം നമുക്ക് അതിന്റെ റീജിയണലായിട്ട് പറയാമെങ്കിൽ കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് ഒരു വലിയ സ്വിങ്, സാധാരണ സ്വിങ് ചെയ്യുന്നതല്ല, ഒരു സ്റ്റേബിൾ ഡിസ്ട്രിക്റ്റാണ് കോഴിക്കോട്. പക്ഷെ ഇത്തവണ നമുക്ക് പഴയ പ്രതാപത്തിലേക്ക് UDF അവിടെ വരും. അതാണ് ഒരു മേജർ സ്വിങ്. അത് കഴിഞ്ഞ പഞ്ചായത്തിൽ നമ്മൾ കണ്ടതാണ്. പാലക്കാടും ഒരുപാട് അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ PK ശശിയുടെ വരവ് ഒറ്റപ്പാലത്ത് മാത്രമല്ല ചിറ്റൂരിലും വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിൽ ശശിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഞങ്ങളുടെ ചിഹ്നത്തിലാണ് മത്സരിച്ചത്. 7 സീറ്റിൽ മത്സരിച്ച് 6 ജയിച്ചു. അവരിപ്പോൾ അവിടെ ഭരിക്കുകയാണ്. അപ്പോൾ ആ തരത്തിൽ നമ്മൾ നേരിട്ട് കാണാത്ത ഒരുപാട് മാറ്റങ്ങൾ പാലക്കാട്, തൃത്താല, പാലക്കാട്, ചിറ്റൂര്, ഒറ്റപ്പാലം പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. മണ്ണാർക്കാട് പിന്നെ നമ്മുടെ സീറ്റാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് നല്ലൊരു സീറ്റ് കിട്ടും. മലപ്പുറം ആണെങ്കിൽ ഒരു സ്വീപ്പാണ്, സ്വിംഗ് അല്ല, മലപ്പുറം സ്വീപ്പാണ്. ആ കാര്യത്തിൽ ആർക്കും തർക്കമില്ല. 16 ആണോ 15 ആണോ എന്നൊക്കെയുള്ള തർക്കങ്ങളെ അവിടെ ഉള്ളൂ. പിന്നെ വരുന്നത് തൃശ്ശൂരാണ്. അവിടെ വലിയൊരു സ്വിംഗ് ഉണ്ടായതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലെങ്കിലും ഇപ്പോൾ ഗുരുവായൂര്, മണലൂർ, കുന്നംകുളം, വടക്കാഞ്ചേരി പോലുള്ള മേഖലകളിൽ മാറ്റമുണ്ട്. മറ്റത് കട്ട പിടിച്ച് നിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു. ജയിക്കുമ്പോൾ പോലും ചെറിയ മെജോറിറ്റിക്ക് ജയിക്കും. ഞാനടക്കം അവിടെ പരാജയപ്പെട്ട് ചെറിയ മെജോറിറ്റിക്ക് തോൽക്കുകയും, അതുപോലെ തന്നെ വടക്കാഞ്ചേരിയിൽ വളരെ നേരിയ ഭൂരിപക്ഷത്തിന് ജയിക്കുകയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ മാറിയിട്ട് അവിടെ ഒരു മാറ്റം ഉണ്ട്. ഈ 4 സ്ഥലങ്ങളിലും ഉണ്ട്. ഇരിഞ്ഞാലക്കുട, ചാലക്കുടി പോലുള്ള ഭാഗങ്ങളിൽ മാറ്റമുണ്ട്. എങ്കിലും ഡിസ്ട്രിക്റ്റ് ഒന്നാകെ ഒരു വലിയ സ്വിങ് ഞാൻ കാണുന്നില്ല. പക്ഷേ പ്രാദേശികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ട്. തൃശ്ശൂർ വളരെ കാലത്തിന് ശേഷം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. കാര്യം ചോദിക്കട്ടെ, ഈ CMP രൂപീകരണം മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ ആ ഘട്ടത്തിലുണ്ടായ ഇടതുപക്ഷത്തിനുള്ള ഒരു ഒഴുക്കുണ്ടല്ലോ, പുതിയൊരു പാർട്ടി രൂപീകരിക്കപ്പെടുന്ന ഘട്ടം. സമാനമായ രീതിയിൽ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇറങ്ങി. പ്രസക്തമായൊരു ചോദ്യമാണ്, ആരും ചോദിക്കാത്തൊരു ചോദ്യമാണത്. പലരും അതൊക്കെ മറന്നുപോയി. വാസ്തവത്തില് 6200 വോട്ടിനാണ് തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ EK നായനാർ ജയിച്ചത്. 7000 വോട്ടിനാണ് പയ്യന്നൂര് ജയിക്കുന്നത്. 5000-6000 വോട്ടിനാണ് കൂത്തുപറമ്പ് ജയിക്കുന്നത്. അതേപോലത്തെ 5000-ന് അടുത്തൊരു ഭൂരിപക്ഷത്തിനാണ് കോടിയേരി ബാലകൃഷ്ണൻ തലശ്ശേരിയിൽ നിന്ന് ജയിക്കുന്നത്. വെറും 2000 വോട്ടിനാണ് ഞങ്ങൾ തളിപ്പറമ്പിൽ CMP തോൽക്കുന്നത്. 1000 ചില്ലാനം വോട്ടിന് MVR അഴീക്കോട് ജയിക്കുന്നു. അപ്പോൾ കണ്ണൂരിൽ, കാസർഗോഡ് ജില്ലയിൽ, അതുപോലെ തന്നെ കാഞ്ഞങ്ങാട്, അന്നത്തെ ഹോസ്ദുർഗിൽ 59 വോട്ടിന് അന്ന് UDF ജയിച്ചു. അപ്പോൾ ഇതിനു മുമ്പും ഈ കോട്ട കുലുങ്ങിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമരംഗത്തുള്ള ചെറുപ്പക്കാർക്ക് ഓർക്കാത്തത് അവരുടെ കുറ്റമല്ല. പക്ഷെ നമ്മൾ കണക്കുകളിലേക്ക് നോക്കിയാൽ 87 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു കൺസോളിഡേഷൻ അത് ഇത്തവണ മലബാറിലുണ്ട്. അതിന്റെ മറ്റൊരു ഫാക്ട്, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളെ ഒറ്റ യൂണിറ്റായിട്ട് എടുത്താൽ, മലബാർ എന്നൊരു യൂണിറ്റായിട്ട് എടുത്താൽ 8 ലക്ഷം വോട്ടിന്റെ വ്യത്യാസമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. 8 ലക്ഷം വോട്ടിന്റെ വ്യത്യാസം, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. അവിടെ 87-ന് ശേഷം ഒരു വലിയ മാറ്റം ഒന്ന് മൈനോറിറ്റിക്കിടയിലുണ്ടായിട്ടുണ്ട്, ഒപ്പം തന്നെ CPM-നകത്തും ഉണ്ടായിട്ടുണ്ട്. അതാണ് TK ഗോവിന്ദൻ. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി TK ഗോവിന്ദനാണ്. കാരണം TK ഗോവിന്ദൻ തൊട്ട് മുൻപ് നടന്ന ജില്ലാ കമ്മിറ്റിയിൽ പോലും അതിന്റെ അധ്യക്ഷനായിരുന്നു, യോഗത്തിന്റെ അധ്യക്ഷനായിരുന്നു. യോഗത്തിന്റെ അധ്യക്ഷനാണ് വോട്ട് ചെയ്തത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അറിഞ്ഞില്ല എന്നാണ് അവരുടെ ആള് തന്നെ പറയുന്നത്. അതെനിക്ക് അത്ഭുതം തോന്നുന്നതാണ്.
അപ്പോൾ CPM-ൽ ചില കോട്ടകുലുക്കങ്ങൾ നടന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന പലരും അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല. അവർക്ക് പ്രവർത്തിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവര് CPM-നെതിരെ പ്രവർത്തിച്ചു. എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാനൊരു കാരണവശാലും പേരൊന്നും പറയില്ല. അവര് എന്റെ അഭിപ്രായത്തിൽ പിണറായി വിജയനെ പറ്റിച്ചു. അങ്ങനെയെങ്കിൽ CPM-നകത്ത് തന്നെ പ്രധാനികളിൽ പലരും LDF പരാജയപ്പെടണം എന്ന് ആഗ്രഹിച്ചു എന്നാണോ? ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു. പക്ഷെ അതുകൊണ്ട് പരാജയപ്പെടുന്നൊന്നും ഞാൻ പറയുന്നില്ല. അവിടുത്തെ CPM-ന്റെ അണികളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ നേരത്തെ കോട്ട കുലുങ്ങി എന്ന് പറഞ്ഞപ്പോൾ അവർ വോട്ട് ചെയ്തില്ലേ? പിന്നെ വലിയ സംഘർഷങ്ങളും സംഘടനകളും മർദ്ദനങ്ങളും ഒക്കെ നടത്തുന്നത് അവർ തന്നെയാണ്. പക്ഷെ അതൊക്കെ അവരുടെ പാർട്ടിയെ രക്ഷിക്കുക എന്നുള്ള ഒരു തെറ്റായ രീതിയാണെങ്കിലും കള്ളവോട്ട് ചെയ്യുന്നതും ഇപ്പം അടുത്ത കാലത്തായിട്ട് കള്ളവോട്ട് ചെയ്യാൻ പോകുന്ന പലരോടും CPM-ന്റെ പ്രാദേശിക നേതൃത്വം കള്ളവോട്ട് ചെയ്യണ്ട, കാരണം അവർ കള്ളവോട്ട് ചെയ്യുന്നത് എതിരാളികൾക്കാന്നുള്ളൊരു വർത്തമാനം ഉണ്ടായിട്ടുണ്ട്. കാരണം അവർക്ക് അവരെ തന്നെയും അവരുടെ അണികളെയും വിശ്വാസമില്ലാത്തൊരു സാഹചര്യം. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ആളെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു വിശ്വസിക്കാൻ മീൻസ് അയാളുടെ അഭിപ്രായം അതല്ലായിരുന്നു. അപ്പോൾ അവരെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ വലിയ മാറ്റമുണ്ട്, കോഴിക്കോട് ജില്ലയിലുണ്ട്, കാസർഗോഡ് ജില്ലയിലുണ്ട്. ഇപ്പോൾ തൃക്കരിപ്പൂരിൽ ഇപ്പോൾ ഞാൻ സന്ദീപ് വാര്യരോട് പറഞ്ഞപ്പോഴാണ് സന്ദീപ് വാര്യർ അത് പിന്നെ മനസ്സിലാക്കിയത്. അന്ന് ആലീസ് കൃഷ്ണൻ എന്ന് പറയുന്ന CMBയുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. ഗണ്യമായ വോട്ട് കിട്ടി, 3000 വോട്ട് കിട്ടിയെന്നാണ് എൻ്റെ ഓർമ്മ. അതേപോലെ CK ചക്രപാണിയാണ് അന്ന് ഹോസ്ദുർഗ് മണ്ഡലത്തിൽ മത്സരിച്ചത്. താങ്കൾ പോലും അത് ഓർക്കുന്നുണ്ടാവില്ല. അദ്ദേഹം 2000-ഓളം വോട്ട് പിടിച്ചപ്പോൾ 59 വോട്ടിന് അവിടെ അന്നത്തെ ഇടതുമുന്നണി കാൻഡിഡേറ്റ് തോറ്റു. അപ്പം ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വീണ്ടും സംഭവിക്കുന്നുണ്ട്. PK ശശിയുടെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ പയ്യന്നൂർ മണ്ഡലത്തിലൊക്കെ നമ്മളെ പയ്യന്നൂർ മണ്ഡലത്തിലേക്കൊന്നും നോക്കാറ് പോലും ഇല്ലല്ലോ. ഇപ്പം മലപ്പുറം എന്ന് പറയുന്ന സമയത്തോ മഞ്ചേരി എന്ന് പറയുന്ന സമയത്തോ ആരും LDF-കാരും അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാറില്ല. സ്ഥാനാർത്ഥിയെ നിർത്താൻ മത്സരിക്കുക, പിരിയുക. പിന്നെ പയ്യന്നൂരൊക്കെ നടക്കുന്ന വെച്ചാൽ ആർക്ക് എത്ര പേർക്ക് അടികൊണ്ടു എന്നുള്ളതാണ്. ഇത്തവണയും CMBയുടെ ബാലൻ എന്ന് പറയുന്ന പ്രവർത്തനം തൃക്കാരിപ്പൂരിൽ അടിച്ചിട്ട് അയാളുടെ ഈ ചെവിയോടടുത്തിട്ടുള്ള എല്ല് കൈ കൊണ്ട് അടിച്ചു പൊട്ടിച്ചു. അപ്പോൾ എന്തോ ഒരു അടിയായിരിക്കണം അത്. അപ്പോൾ അക്രമ സംഭവങ്ങളുടെ കണക്കെടുപ്പാണ് പലപ്പോഴും കണ്ണൂരിൽ നടക്കുക. ഇപ്പം അതല്ല, ഇപ്പം വോട്ടെണ്ണിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ആ വോട്ട് എങ്ങോട്ടാണ് അറിയാമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഉറപ്പായിട്ട് ജയിക്കുന്നൊന്നും പറയുന്നില്ല. പക്ഷേ കണ്ണൂരിലെ CPM-ന്റെ പ്രതാപ കേന്ദ്രങ്ങൾ, ശക്തി കേന്ദ്രങ്ങൾ, ഇപ്പം മലപ്പട്ടം, അതാണല്ലോ TK ഗോവിന്ദന്റെ സ്ഥലം, അറിയാമല്ലോ സ്ഥലങ്ങൾ. മലപ്പട്ടം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ എതിർ നോമിനേഷൻ കൊടുക്കാളില്ലാത്ത സ്ഥലമല്ലേ. അതൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ CPM-ൽ ഇനിയും വിള്ളൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു? അതൊന്നും ഞാനിപ്പോൾ പ്രവചിക്കാനൊന്നുമില്ല. ഫലം വരട്ടെ, ഫലം വന്നിട്ട് വേണ്ടേ. ഫലം എന്തായിരിക്കുമെന്നുള്ളത് നമുക്ക് ഇനി ഒരു 24 മണിക്കൂറും കൂടെ അല്ലേ ഉള്ളൂ. അതിനുവേണ്ടി നമ്മൾ അവകാശവാദങ്ങളും വീരവാദങ്ങളൊന്നും മുഴക്കേണ്ട കാര്യമില്ല. ഈ TK ഗോവിന്ദനെ പോലെ, കുഞ്ഞികൃഷ്ണനെ പോലെ, G സുധാകരനെ പോലെ, ശശിയെ പോലെ ഒട്ടനവധി പേർ അവിടെ അസ്വസ്ഥരായി നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സംരക്ഷണവും അവർക്കൊരു UDF-ലേക്ക് വരണമെന്ന അങ്ങനെ ഒരു വഴിയൊരുക്കുന്നുണ്ടോ UDF-ലേക്കുള്ള? വലിയ സന്ദേശമാണല്ലോ UDF കൊടുത്തിട്ടുള്ളത്. അതായത് BJP-യിൽ നിന്ന് വന്ന സന്ദീപ് വാര്യർ, തൃക്കരിപ്പൂര്, പേര് പറഞ്ഞാൽ തൃക്കരിപ്പൂര്, പയ്യന്നൂര്, തളിപ്പറമ്പ്, ഒറ്റപ്പാലം, മറ്റൊരു രീതിയിലാണെങ്കിൽ കൊട്ടാരക്കര, അമ്പലപ്പുഴ, ഇതൊക്കെ UDF അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയല്ലേ. വലിയ മാറ്റമല്ലേ. കൊട്ടാരക്കരയിലെ മാറ്റം നമ്മളിപ്പോൾ അവർ കോൺഗ്രസിൽ ചേർന്നു എന്നുള്ളതുകൊണ്ട് നിസ്സാരമാവുന്നില്ലല്ലോ. കോൺഗ്രസിലവർ ചേർന്നെങ്കിലും അതൊരു മാറ്റമല്ലേ, വലിയ മാറ്റമല്ലേ. അപ്പോൾ അത് ഐഷ പോറ്റി അവിടുത്തെ MLA ആയിരുന്ന ആളാണ്. അപ്പോൾ അവരൊക്കെ മാറി നമ്മുടെ മുന്നണിയിൽ നിൽക്കുകയാണ്. അത് സത്യത്തിൽ അത് അർഹിക്കുന്ന ഗൗരവത്തിൽ ഇതിനെല്ലാം കൂടെ ഒരുമിച്ചൊരു വേദി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം വേണ്ടത്ര തോന്നാത്തത്. പക്ഷെ വലിയൊരു 87-ന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ ഒരു ഷിഫ്റ്റാണത്. ഇനിയും വിസ്മയങ്ങൾ പ്രതീക്ഷിക്കാമോ? റിസൾട്ടിനെ ആശ്രയിച്ചിരിക്കും. എല്ലാം രാഷ്ട്രീയമാണല്ലോ. രാഷ്ട്രീയമായി ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു മെജോറിറ്റി UDF-ന് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പല മാറ്റങ്ങളും സംഭവിക്കാം. ഇപ്പം TK ഗോവിന്ദനും അതേപോലെ തന്നെ G സുധാകരനും കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു. കുഞ്ഞകൃഷ്ണൻ ആ തരത്തിൽ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ കൂട്ടത്തിൽ കൂട്ടുന്നതാണല്ലോ രമയും ഞാനും ഒക്കെ ദീർഘകാലമായിട്ടാണെങ്കിലും
എല്ലാവരും ലെഫ്റ്റിന്റെ ഭാഗമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു ടീം, പിന്നെ പ്ലസ് RSP എന്ന് പറയുമ്പോൾ 10, 14, 12, 13 ആളുകൾ ലെഫ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് UDFൽ മത്സരിച്ചു. അതൊരു ചെറിയ നമ്പറല്ല. അപ്പോൾ ആ അർത്ഥത്തിൽ അത് മാറ്റങ്ങളുണ്ടാവും. മറ്റൊന്ന്, കോൺഗ്രസിൽ ഈ മുഖ്യമന്ത്രി ചർച്ചകൾ തുടങ്ങിയത് വോട്ടെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ്. സ്വാഭാവികം ഭരണം ഉറപ്പിച്ചപ്പോഴാണ് അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോയത്. ചർച്ചകൾ ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. ഇനി വോട്ടെണ്ണൽ നാളെയാണ്. ഏതെങ്കിലും ഒരു അഭിപ്രായം ഈ കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിക്കുമോ CMB? ഞങ്ങളെന്തിനാ അറിയിക്കുന്നത്? കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികളിലൊന്നാണ് കോൺഗ്രസ്. ഇന്ത്യയിലല്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവരുടേതായ മെക്കാനിസവും അവരുടേതായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രാക്ടീസസും ഉണ്ട്. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ എടുക്കുന്നത് ആദ്യമായിട്ടാണോ? കേരളത്തിൽ തന്നെ എത്രയോ കാലമായിട്ട് 52 തൊട്ട് തിരുക്കൊച്ചിയിൽ മുഖ്യമന്ത്രിമാർ വന്നുകൊണ്ടിരിക്കുകയല്ലേ. 57-ലല്ലോ മുഖ്യമന്ത്രി വന്നത്. 48 തൊട്ട് തന്നെ മുഖ്യമന്ത്രിമാരും ഒക്കെ ഇവിടെ പട്ടനാളുള്ള സാറിന്റെ കാലം തൊട്ടേ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ തെരഞ്ഞെടുക്കുന്നതിന് നിയതമായ ചില രീതികൾ കോൺഗ്രസിനുണ്ട്. ആ രീതികളിലൂടെ കടന്നുപോകും. ആ കടന്നുപോയതിനു ശേഷം ഒരു നേതാവിനെ അവർ തെരഞ്ഞെടുക്കും. അത് ആ നേതാവിനെ നമ്മൾ അംഗീകരിക്കും.